മുന്നിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെക്കുറിച്ചൊന്നും അറിയാതെ ഗൗരി തൻ്റെ മുറിയിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. എന്നാൽ പത്മയുടെ കണ്ണുകളിൽ ഉറക്കം ഇഴയലത്തുപോലും വന്നില്ല. വിശ്വനാഥനോട് സംസാരിച്ച ആ ഏതാനും മിനിറ്റുകൾ കാലത്തിൻ്റെ മറവിൽ മൂടിപ്പോയ 2 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഓർമ്മകളെ മുഴുവൻ വീണ്ടും ഉണർത്തിവിട്ടിരുന്നു. അവർ പതുക്കെ എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. പുറത്ത് ഇരുണ്ട ആകാശത്തിൽ അപൂർവമായി ചില നക്ഷത്രങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റ് കവിളിൽ തട്ടിയപ്പോൾ പത്മ ഒരു ദീർഘനിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കൈകൂപ്പി. ദൈവമേ, എൻ്റെ ആയുസ് ഇവിടെ തീരുകയാണെങ്കിലും എൻ്റെ മകളെ മാത്രം നീ കാത്തോളണേ. പിറ്റേന്ന് പ്രഭാതം. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന വിശ്വനാഥൻ്റെ ആഡംബര ബംഗ്ലാവിൽ പതിവ് പോലെ തിരക്കുകൾ തുടങ്ങിയിരുന്നു. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ആ വലിയ ബംഗ്ലാവിൽ വീട്ടുജോലിക്കാർ ഓരോരുത്തരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരുന്നു. വിശാലമായ ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് ഇന്ദിര പ്രഭാത ഭക്ഷണം ഒരുക്കുകയായിരുന്നു. അപ്പോഴാണ് സ്റ്റെയർ കേസിൻ്റെ പടികൾ വേഗത്തിലിറങ്ങി അർജുൻ ദേവ് താഴേക്ക് വന്നത്. കയ്യിലെ റോലക്സ് വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചുറ്റും കണ്ണോടിച്ചു. അമ്മേ, അച്ഛനെവിടെ? ഇനിയും ഇറങ്ങിയില്ലേ? അച്ഛൻ സ്റ്റഡി റൂമിലുണ്ട് മോനെ. രാവിലെ മുതൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു, അതാ വൈകിയത്. ഇന്ദിര മറുപടി നൽകി. അർജുൻ കസേര വലിച്ചിട്ടിരുന്നു. ഇന്ന് ബോർഡ് മീറ്റിങ്ങും മറ്റു കോൺഫറൻസുകളും ഒരുപാടുണ്ട്. അച്ഛന് വൈകിയാൽ എല്ലാം താളം തെറ്റും. ഇന്ദിര പുഞ്ചിരിയോടെ ചൂടുള്ള ആവി പറക്കുന്ന ചപ്പാത്തി അവൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. ജോലിയുടെ കാര്യത്തിൽ അച്ഛനും മകനും ഒരുപോലെയാ. കുറച്ചൊക്കെ ജോലിഭാരം കുറച്ചാൽ രണ്ടുപേർക്കും നല്ലതാ. ഇപ്പോൾ അതിനൊന്നും സമയമില്ല അമ്മേ. പുതിയ പ്രൊജക്റ്റിൻ്റെ തിരക്കിലാണ്. അപ്പോഴാണ് സ്റ്റഡി റൂമിലെ വാതിൽ തുറന്ന് വിശ്വനാഥൻ ഹാളിലേക്ക് ഇറങ്ങി വന്നത്. സാധാരണ കാണാറുള്ള ശാന്തതയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത്. പകരം പതിവില്ലാത്ത ഏതോ കനത്ത ചിന്തകളും ഗൗരവമായിരുന്നു. ഗുഡ് മോർണിംഗ് അച്ഛാ, അർജുൻ അഭിവാദ്യം ചെയ്തു. മോർണിംഗ്, വിശ്വനാഥൻ യന്ത്രം പോലെ മറുപടി പറഞ്ഞു. അദ്ദേഹം കസേരയിൽ ഇരുന്നെങ്കിലും പ്ലേറ്റിലെ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയില്ല. എന്തോ വലിയ ആലോചനയിൽ എന്ന പോലെ അദ്ദേഹം കണ്ണുകൾ അടച്ചിരുന്നു. അർജുൻ അച്ഛൻ്റെ മുഖത്തെ മാറ്റം സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിസിനസ്സിൽ എന്തെങ്കിലും? ഇല്ല, ഒരു പ്രശ്നവുമില്ല, വിശ്വനാഥൻ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ മറുപടി അർജുന് അത്ര വിശ്വസനീയമായി തോന്നിയില്ല. ഇന്ദിരയും ഭർത്താവിൻ്റെ അസ്വസ്ഥത കണ്ട് അരികിലേക്ക് വന്നു. നിങ്ങൾക്ക് സുഖമില്ലേ? മുഖം ഒരുപോലെ ഇരിക്കുന്നല്ലോ. വിശ്വനാഥൻ മുന്നിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ഒരൊറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർത്തു. ഇന്ന് എനിക്കൊരിടം വരെ പോകണം. ഓഫീസിലേക്കല്ലേ? ഇന്ദിര ചോദിച്ചു. അല്ല, പിന്നെ എങ്ങോട്ടായി രാവിലെ തന്നെ? എൻ്റെ ഒരു പഴയ പരിചയക്കാരി കാണാൻ. ഇന്ദിര അത്ഭുതത്തോടെ ഭർത്താവിനെ നോക്കി. പഴയ പരിചയക്കാരിയോ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷമോ? വിശ്വനാഥൻ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് എഴുന്നേറ്റു. എന്നിട്ട് അർജുനെ നോക്കി പറഞ്ഞു. അർജുൻ, നീ ഇന്ന് രാവിലെ എൻ്റെ ഒപ്പം വരണം. അർജുൻ അത്ഭുതപ്പെട്ടു. ഞാനോ? അച്ഛാ, ഇന്ന് ഓഫീസിൽ പ്രസൻറ്റേഷൻ ഉള്ളതാണ്. എന്താണ് കാര്യം? എല്ലാം നമ്മൾ പോകുന്ന വഴിയിൽ പറയാം, നീ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ്റെ ശബ്ദത്തിലെ ആജ്ഞാപിക്കുന്ന മട്ടിലുള്ള ഗൗരവം കേട്ടപ്പോൾ അർജുൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. അവൻ വേഗം എഴുന്നേറ്റു. അതേസമയം നഗരത്തിൻ്റെ മറുതലക്കിലുള്ള ആ ചെറിയ വീടിനുള്ളിൽ ഗൗരി അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പാത്രങ്ങളുടെ ശബ്ദത്തിനിടയിലൂടെ അവൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അമ്മയെ ചായ എടുത്തു കൊണ്ടുവരട്ടെ? മുറിയിൽ നിന്ന് പത്മയുടെ ക്ഷീണിച്ച ശബ്ദം കേട്ടു. കൊണ്ടുവാ മോളെ. ഗൗരി ട്രേയിൽ ചൂട് ചായയും ഡോക്ടർ തന്ന മരുന്നുകളും വെച്ച് അമ്മയുടെ മുറിയിലേക്ക് നടന്നു. ദാമേ, ചായ കുടിക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് കഴിക്ക്. പത്മ അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ ചിരിച്ചു. നീ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കും മോളെ. ഞാൻ കഴിച്ചോളാം അമ്മേ. അമ്മ ആദ്യം മരുന്ന് കഴിക്ക്, വാ. ഗൗരി നിർബന്ധപൂർവ്വം മരുന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. പത്മ ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കിന്ന് കോളേജിൽ പോകേണ്ടതല്ലേ? സമയമാകുന്നുണ്ടല്ലോ. ഇന്ന് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല അമ്മേ. അങ്ങനെ പറയരുത്, പഠിത്തം മുടക്കരുത്. പക്ഷേ അമ്മയെ ഈ അവസ്ഥയിൽ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. പത്മ സ്നേഹത്തോടെ ഗൗരിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എനിക്കൊരു കുഴപ്പമില്ല മോളെ, ഞാൻ സുഖമായിരിക്കും. ഗൗരി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മയുടെ വിതുമ്പുന്ന കണ്ണുകളിലേക്കും വിളറിയ മുഖത്തേക്കും നോക്കിയപ്പോൾ ഇന്നലെ ഡോക്ടറുടെ മുറിക്ക് പുറത്ത് അനുഭവിച്ച അതേ ഭയം അവളുടെ ഉള്ളിൽ വീണ്ടും പടർന്നു പിടിച്ചു.
അമ്മ തന്നിൽ നിന്ന് എന്തോ വലിയ സത്യം ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് തനിക്ക് താങ്ങാൻ കഴിയാത്ത ഏതോ ഒരു വലിയ രഹസ്യം. ആ ചിന്ത ഗൗരിയുടെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കാൻ തുടങ്ങി. ഗൗരി അമ്മയ്ക്ക് സമയത്തിന് മരുന്നെടുത്ത് നൽകി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയെങ്കിലും അവളുടെ മനസ്സ് ആ ചെറിയ മുറിയിൽ തന്നെ തിങ്ങി നിൽക്കുകയായിരുന്നു. അടുക്കളയിലെ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ ഓരോന്നോരോന്നായി കഴുകി വെക്കുമ്പോഴും അവളുടെ ചിന്തകൾ മുഴുവൻ പത്മയെ ചുറ്റിപ്പറ്റി മാത്രം കറങ്ങി. ജനിച്ച നാൾ മുതൽ തനിക്ക് ആകെയുള്ള തണൽ അമ്മയാണ്. ആ അമ്മയുടെ മുഖത്തൊരു ചെറിയ ഭാവവ്യത്യാസം വന്നാൽ പോലും കൃത്യമായി തിരിച്ചറിയാൻ ഗൗരിക്ക് സാധിക്കുമായിരുന്നു. ഇന്ന് അമ്മ എന്തോ വലിയൊരു കാര്യം തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണത്? അവളുടെ ഉള്ളിൽ സംശയങ്ങൾ കനത്തു. അതേസമയം മുറിക്കുള്ളിലെ കിടക്കയിൽ പത്മയും മേൽക്കൂരയിലെ തടിപ്പണികളിലേക്ക് കണ്ണു നട്ട് കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി വിശ്വനാഥനോട് സംസാരിച്ച ശേഷം മുതൽ അവരുടെ മനസ്സിലെ കടൽ ഇരമ്പുകയായിരുന്നു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ എന്നേക്കുമായി അവസാനിച്ചുവെന്ന് കരുതിയ ഒരു അധ്യായമാണ് വീണ്ടും തങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കാൻ പോകുന്നത്. അതേസമയം നഗരത്തിൻ്റെ മറുതലയ്ക്കൽ ഉയർന്ന മോഡൽ ബെൻസ് കാറിൽ വിശ്വനാഥനും അർജുനും യാത്ര ചെയ്യുകയായിരുന്നു. ഡ്രൈവർ ശാന്തമായി വാഹനം നഗരത്തിരക്കുകളിലൂടെ മുന്നോട്ടെടുത്തു. കാറിനുള്ളിൽ ഘനഗൗരവമുള്ള ഒരു നിശബ്ദത പടർന്നു നിന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്ന വിശ്വനാഥൻ്റെ മുഖത്തെ ആകുലതകൾ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സഹിക്കെട്ട അർജുൻ തന്നെ ആ മൗനം ഭേദിച്ചു. അച്ഛാ, നമ്മൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? വിശ്വനാഥൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ശാന്തമായി മറുപടി നൽകി. എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ. ഇന്നലെ രാത്രി അച്ഛൻ ഫോണിൽ സംസാരിച്ച അതേ ആളെയാണോ? അതെ. ആരാണവർ അച്ഛാ? എനിക്കറിയാവുന്ന ആളാണോ? വിശ്വനാഥൻ്റെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വിടർന്നു. പക്ഷേ ആ കണ്ണുകളിൽ സങ്കടമായിരുന്നു. ഇല്ല, ഇനി ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാണ് എന്നെ കൂടെ ഇത്ര നിർബന്ധിച്ച് കൂട്ടിയത്? ഓഫീസിൽ എനിക്ക് അത്യാവശ്യം മീറ്റിംഗ് ഉള്ളതല്ലേ? വിശ്വനാഥൻ മകൻ്റെ നേരെ തിരിഞ്ഞു. ചില മനുഷ്യരെ, ചില ബന്ധങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കണം അർജുൻ. അതിനു വേണ്ടിയാണ്. അച്ഛൻ ആ മറുപടിയിലെ അർത്ഥങ്ങൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന കനത്ത ഗൗരവം കാരണം അർജുൻ പിന്നീട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. അതേസമയം ഗൗരി കോളേജിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു. തോളിൽ ബാഗും തൂക്കി അവൾ പതുക്കെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മേ, എന്നാൽ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഗൗരിയുടെ ശബ്ദം കേട്ട് പത്മ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, എഴുന്നേൽക്കണ്ട അമ്മേ, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ. ഗൗരി ഓടിയെത്തി അമ്മയെ തടഞ്ഞു. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മോളെ, പത്മ പതുക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ ഇന്ന് വിശ്രമിച്ചാൽ മതി. ഞാൻ വെച്ചിരിക്കുന്ന വെള്ളക്കുപ്പിയും മരുന്നുകളും ദാ അവിടെ മേശപ്പുറത്തുണ്ട്. സമയമാകുമ്പോൾ കൃത്യമായി കഴിക്കണം. കഴിച്ചോളാം. ഉച്ചയ്ക്ക് ഞാൻ ഇടവേളയിൽ വിളിക്കാം കേട്ടോ. പത്മ വാത്സല്യത്തോടെ തലയാട്ടി. ഗൗരി പതുക്കെ മുറിയിൽ കിടന്നിറങ്ങി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് നടന്നു. അകലങ്ങളിലേക്ക് പോകുന്ന മകളുടെ നീൽരൂപം നോക്കി നിൽക്കിയ പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ കുട്ടി, നിന്റെ ഭാവി ഇനി എന്താകുമോ ഭഗവാനെ? അവർ വിതുമ്പലോടെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഏകദേശം അരമണിക്കൂറിന് ശേഷം ആ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് ഒരു ആഡംബര കാർ വന്നു നിന്നു. എഞ്ചിൻ്റെ ഇരമ്പലടങ്ങിയ ശബ്ദം കേട്ട് പത്മ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. കാറിൻ്റെ പിൻവാതിൽ തുറന്നിറങ്ങി വരുന്ന വിശ്വനാഥനെ കണ്ട നിമിഷം പത്മയുടെ നെഞ്ചിലൊരു പ്രകമ്പനമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ആ മുഖം വീണ്ടും കാണുമ്പോൾ അവരുടെ കണ്ണുതരങ്ങൾ അറിയാതെ ഈർന്നണഞ്ഞു. വിശ്വനാഥൻ കാറിൽ നിന്നിറങ്ങി കുറച്ചു നേരം ആ കൊച്ചു വീടിനെ തന്നെ നോക്കി നിന്നു. ഇവിടെയാണോ ഇത്ര നാളും അവൾ താമസിച്ചത്? വിശ്വനാഥൻ സ്വയം എന്നോണം പിറുപിറുത്തു. അർജുനും കാറിൽ നിന്നിറങ്ങി ചുറ്റും കണ്ണോടിച്ചു. വളരെ ചെറിയ വീടാണ്, എങ്കിലും വലിയൊരു ലാളിത്യവും വൃത്തിയും ഉണ്ട് ഇവിടെ. വിശ്വനാഥൻ പതിയെ ചുവടുകൾ വെച്ച് ഉമ്മറത്തെത്തി ബെല്ലമർത്തി. ചില നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന വിശ്വനാഥനെ കണ്ടതും പത്മയുടെ ശ്വാസമൊന്ന് നിലച്ചതുപോലെയായി. 2 പതിറ്റാണ്ടുകളുടെ വിടവിന് ശേഷം അവർ പരസ്പരം മുഖാമുഖം നിന്നു. വിശ്വേട്ടാ, അത്രയും മാത്രം പറഞ്ഞപ്പോഴേക്കും പത്മയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. എങ്ങനെയുണ്ട് പത്മേ നിനക്ക്? വിശ്വനാഥൻ്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. മറുപടി പറയാൻ കഴിയാതെ പത്മ സാരിത്തുമ്പ കൊണ്ട് കണ്ണുനീർ തുടച്ചു. അകത്തേക്ക് വരൂ. അവർ രണ്ടുപേരും ഹാളിലേക്ക് കയറിയിരുന്നു. അർജുൻ ആ കൊച്ചു വീടിൻ്റെ അന്തരീക്ഷം കൗതുകത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗൗരിയുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ, പുസ്തകങ്ങൾ അട്ടിവെച്ചിരിക്കുന്ന ചെറിയ തടി അലമാര, ഒരു മൂലയിലിരിക്കുന്ന പഴയ തയ്യൽ മെഷീൻ. ആ വീട്ടിലെ ഓരോ വസ്തുവിലും ഒരു കുടുംബത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകൾ ഉറങ്ങിക്കിടപ്പുന്നുണ്ടെന്ന് അവന് തോന്നി. വിശ്വനാഥൻ സോഫയിലിരുന്ന് ചുറ്റും നോക്കി. ഗൗരി എവിടെ പത്മേ?
അവൾ അവളുടെ കോളേജിലേക്ക് പോയി വിശ്വേട്ടാ. അവളോട് അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ നീ? പത്മ പതുക്കെ തലയാട്ടി. ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ തോന്നിയതുമില്ല. എന്തുകൊണ്ട് പത്മേ? ഇത്ര വലിയ കാര്യം അവളിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണ്? എൻ്റെ രോഗത്തെക്കാളും എനിക്ക് വലുത് അവളുടെ പഠനവും സമാധാനവുമാണ് വിശ്വേട്ട. അവൾ ഇതറിഞ്ഞാൽ തകർന്നു പോകും. വിശ്വനാഥൻ കുറച്ചു നേരം കനത്ത മൗനത്തിലാണ്ടു. ഡോക്ടറുടെ റിപ്പോർട്ടുകൾ എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം. പത്മ വേഗം മുറിയിൽ പോയി ആ മെഡിക്കൽ ഫയൽ എടുത്ത് വിശ്വനാഥൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അദ്ദേഹം ഓരോ പേജും സൂക്ഷ്മമായി വായിച്ചു നോക്കി. വായിക്കും തോറും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവം കനത്തു വന്നു. അച്ഛൻ്റെ ഭാവമാറ്റം കണ്ട അർജുൻ അല്പം ആശങ്കയോടെ ചോദിച്ചു, അച്ഛാ, എന്താണ് റിപ്പോർട്ടിലുള്ളത്? എന്തു പറ്റി? വിശ്വനാഥൻ ഫയൽ മടക്കി വെച്ച് മകനെ നോക്കി പതുക്കെ പറഞ്ഞു, നമ്മൾ വിചാരിച്ചതിലും സ്ഥിതി വളരെ ഗുരുതരമാണ് അർജുൻ. ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ വീണതും പത്മ തളർച്ചയോടെ തല കുനിച്ച് വിങ്ങിപ്പൊട്ടി. വീണ്ടും ആ മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. ഒടുവിൽ ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് വിശ്വനാഥൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പത്മേ, ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ വലിയ ഭാരവും പേറി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ വാക്കുകൾ കേട്ടതും പത്മയുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും നാൾ ഉള്ളിലൊതുക്കിയ വേദന മുഴുവൻ കണ്ണീരായി ഒഴുകിയിറങ്ങി. തൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഇത്രയും ആർദ്രതയും ആത്മാർത്ഥതയും അർജുൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. എങ്കിലും ഈ സാധാരണ കുടുംബവുമായി തൻ്റെ പ്രതാപിയായ അച്ഛൻ ഇത്രയും ആഴത്തിലുള്ള ബന്ധം എങ്ങനെയുണ്ടായി എന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.